ആ എടുത്തല്ലോ ഫോണ്. എത്ര വിളി വിളിച്ചു, മനസ്സിലായല്ലേ ശബ്ദം? കൊള്ളാം, ആൾക്കാർ നല്ല പാർട്ടികൾ തന്നെയാണ്. എനിക്കറിയാം എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. എൻ്റെ നമ്പറാണെന്ന് പറഞ്ഞാൽ എടുക്കാഞ്ഞത്. ഓക്കെ. എന്തായി പൈസയുടെ കാര്യം? നാളെ ആയിരിക്കും അല്ലേ? എന്താണെങ്കിലും എനിക്ക് പൈസ വേണം കേട്ടോ. അന്നൊരു നിങ്ങളുടെ അത്യാവശ്യത്തിന് ഞാനങ്ങ് തന്നെന്നോർത്ത് തന്നെ ഒരുമാതിരി വിഡ്ഢിയാക്കരുത്. ലോൺ ഇപ്പം കിട്ടും ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഉടനെ ആകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ബാങ്ക് മാനേജർ പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ചയല്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഴം ഇതുവരെ ആയില്ലല്ലേ? ഏതായാലും വ്യാഴം തിടഞ്ഞെന്ന് തോന്നുന്നു. ആകെ പച്ച പിടിച്ച് കഴിഞ്ഞിട്ട് പൈസ തരാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടോ. അത് നമ്മളുണ്ടായിട്ട് തന്നതൊന്നുമല്ല, നിങ്ങളുടെ ആ കരച്ചിലും കൂവലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത നിങ്ങൾ കുറ്റിയടിച്ചിരുന്നപ്പോൾ അങ്ങ് തന്നതാണ്. അല്ല പിന്നെ എൻ്റെ പൈസ ഉണ്ടായിട്ട് തന്നതാണോ? നിങ്ങളുടെ ദാരിദ്ര്യം പറച്ചിലും അയ്യമ്പിളിയും കണ്ടിട്ട് സാധാരണ തന്നതല്ലേ? എനിക്കറിയാം ഉള്ളവർക്ക് തന്നെ പ്രശ്നമെന്ന്. ഈ ഉള്ളതേ ചുമ്മാതെ ഇങ്ങനെ പോട്ട് ആൾക്കാർക്ക് നിരത്താൻ വേണ്ടിയിട്ടല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അത് നാട്ടുകാർക്ക് ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അടിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ വലിയ ടൂറൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നാട്ടിൽ നിന്ന് വന്നല്ലോ, അപ്പോൾ അതിനൊക്കെ പൈസയോ? ആദ്യം മനുഷ്യർ കടം മേടിച്ചിട്ട് പൈസ കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ ടൂറാകുമ്പോൾ നിൽക്കുക. അതാണ് അതിൻ്റെ അന്തസ്സായ കാര്യം. മനസ്സിലായല്ലോ? അപ്പം ഞാൻ എന്നാ വർത്താനാണ് പറയുന്നത് അല്ലേ? എനിക്കിത്ര സ്റ്റാൻഡേർഡ് ഉള്ളതെന്ന് കരുതിയാൽ മതി. ഈ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് കരുതിക്കൂ. നിങ്ങളെപ്പോൾ ഉള്ളവരായും നാട്ടിലുള്ള സാമാന്യമുള്ള എല്ലാ നല്ല മനുഷ്യരെയും ചെറ്റകളാക്കുന്നത്. ഇനി കൂടുതലൊന്നും പറയണ്ട. ഓക്കെ, ശരി. എൻ്റെ പൈസ വേഗം തരാൻ നോക്ക്. മേടിക്കാൻ നേരത്തെ എന്തൊക്കെയായിരുന്നു, എന്നിട്ട് ഇപ്പോൾ കണ്ടറാ കിടന്ന് വെക്കുന്നു. ഇതെല്ലാം കാര്യങ്ങൾ കേട്ടാലാ എന്നെ തന്നെ ഓടിച്ചിട്ടടിക്കണം. ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേന് കൊടുക്കാനായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുമല്ലോ. അനൂപിനെ വിളിക്കാം. എൻ്റെ മെമ്പർ നോസിന് വണ്ണം കുറയ്ക്കാനുള്ള പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഇപ്പം കുറഞ്ഞോ ഇല്ലേ നോക്കാം. ഹലോ. അനൂപേ, എന്തായി? പൈസ ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് നാളെ ജോലിയുള്ള നിങ്ങളെപ്പോലുള്ളൊരു ഈ മാസ്കറ്റിലൊക്കെ ജോലി ചെയ്യും. നിങ്ങൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഒന്ന് മറിക്കാൻ ഒരാഴ്ചത്തേന്, ഒരു മാസത്തേന്, ഒരു മാസവും കഴിഞ്ഞ് എത്ര 5-8 മാസമായില്ലേ? ഇതൊക്കെ ഒരു കൊടും ചതിയല്ലേ? പൈസ ഉള്ളവർ തന്നെ ആ പൈസകൾ കൊടുക്കാതെ വല്ലവൻ്റെയും പൈസ കിട്ട് ഓടിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടമായത്. ഇന്നത്തേന് കിട്ടും. എന്നിട്ട് നിങ്ങൾക്കൊക്കെ എന്നത്ര പൈസയ്ക്ക് ആവശ്യമെന്നോ? കൊള്ളാം. എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ വിദേശികൾക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പൈസ ഇട്ട് കളിക്കുന്ന കണ്ടോണ്ട് നോക്കിയിരുന്ന് കളി കാണാനാണോ ഞാൻ പൈസ തന്നത്? എൻ്റെ മോനെ, വേഷം കെട്ടൊന്നും നടക്കുകയില്ല. വേഗം പൈസ തരാൻ നോക്ക്. ഓക്കെ, അതായിരിക്കും എൻ്റെ അന്തസ്സായ കാര്യം. എനിക്ക് ഞാൻ കുറച്ച് തിരക്കില്ല. നിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ മസ്കറ്റ് ഒന്ന് മേടിക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് എൻ്റെ പൈസ ഇട്. ഓക്കെ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ നമ്പറും കൂടെ നീ ബ്ലോക്ക് ചെയ്ത് വെക്കും. വേഗം തന്ന് തീർക്ക് കേട്ടോ. അവനെയും കൊണ്ട് കാര്യം നടക്കുക. നമുക്കിപ്പം നമ്മുടെ ചിട്ടി അടിക്കാനും നമ്മുടെ പൈസ അടയ്ക്കാൻ സമയത്തും കിട്ടത്തില്ല. ഇവളെയും കൂടെ വിളിച്ച് നോക്കാം. ഹലോ. ഞാനേ സീമയാണ്. പരിചയമുണ്ടോ? അറിയത്തില്ലെന്ന് പറയില്ല കേട്ടാ. ചേച്ചി ഇപ്പോഴാണോ ചേച്ചി ഓർമ്മ വരുന്നത്? എന്ന് തരാമെന്ന് പറഞ്ഞാൽ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഭാര്യ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഉടനെ പൈസ തരും. ഇതൊരു ഗൾഫിൽ പോയി, എത്ര വെക്കേഷൻ വന്നു. കൊച്ചിൻ്റെ കല്യാണം ആലോചന വന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞു വലിയ ആവശ്യം കല്യാണമായിരുന്നതൊക്കെ. എൻ്റെ അവിടെ വിളിക്കാൻ വരത്തില്ലെന്നും എനിക്കറിയാം, കാരണം ഞാൻ ആ പൈസ ചോദിക്കുന്നറിയാലോ. ഇനി എന്ന് തരാനാ? അപ്പോൾ കൊച്ചിനെ പ്രസവത്തിന് കൊണ്ടുവരാൻ സമയമായി കാണും. നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഒഴിഞ്ഞിട്ട് സമയമില്ലല്ലോ. നാട്ടുകാരുടെ പൈസ കൊണ്ട് ഈ കടം മേടിച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് എത്ര സുഖം. ആദ്യം കടം വീട്ടുക, അതിനുശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക. ഇതൊന്നും അന്തസ്സില്ലാത്ത കാര്യങ്ങൾ. അപ്പം നിങ്ങളെപ്പോൾ ഉള്ള ഒരാൾക്കാർ കാരണം ഒരു അത്താഴ പട്ടിണിക്കാരൻ വന്ന് കൈ നീട്ടിയാൽ പോലും കൊടുക്കാനുള്ള മനസ്സ് സാധാരണ ജനങ്ങൾക്ക് ഇല്ലാതായിപ്പോയി. എങ്ങനെ കൊടുക്കും പറ? എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? കൊടുക്കാൻ തോന്നുമോ? ആര് കൊടുക്കും? പറ്റിപ്പുകാരും തട്ടിപ്പുകാരും എന്നല്ലേ പറയുള്ളൂ. ഇതൊക്കെ അങ്ങനല്ല, ഇത് പറ്റിപ്പ് തന്നെയാണ്. ഏറ്റവും വലിയ തട്ടിപ്പായത്. ചങ്കിക്കൊള്ളുന്ന വർത്താനം. ഇത്ര നാളും പൈസ തരാതെ ഒരു കൊള്ളലുമില്ല. എത്ര രൂപ ഞാൻ പലിശ അടയ്ക്കുന്നു നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം. നേരിട്ടിപ്പോൾ നീ ഇങ്ങോട്ട് വന്നിട്ട് എന്നാ കാര്യം? എൻ്റെ പൈസയും കൊണ്ട് വരാൻ നോക്ക്. ഓക്കെ, ഞാൻ വെക്കുക.